ഈ മാറ്റം പ്രകൃതി നിയമമാണ്, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മതത്തിലിരുന്ന് മറ്റൊരു മതത്തിലേക്ക്, ഒരു രാഷ്ട്രീയത്തിലിരുന്ന് അടുത്ത രാഷ്ട്രീയത്തിലേക്ക്, ഒരു ചിന്തയിലിരുന്ന് അടുത്തൊരു ചിന്തയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയത്തിലൊക്കെ ഈ IPS, IAS, ഭയങ്കരമായ ജഡ്ജികൾ, ഇവരൊക്കെ എല്ലാം വാസ്തവത്തിൽ നിഷ്പക്ഷ മനസ്സിന് ഉടമകളോടുകൂടെ A to Z കാലഘട്ടം ഇവർ ജീവിക്കേണ്ടവരാണ്. പക്ഷേ ഇവർ പെൻഷൻ പറ്റുമ്പോൾ ഇവരുടെ അകത്തു നിന്നും ഒരു ലാഭകണക്കിന് വർഗീയതയും പക്ഷപാതപരമായ ആശയങ്ങളും വെളിപ്പെട്ട് വരാറുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ സമൂഹത്തിൽ അങ്ങനെയുള്ളവരുടെയൊക്കെ രാഷ്ട്രീയവും സാമൂഹിക അവരുടെ സേവനങ്ങളുടെ നിലനിൽപ്പൊക്കെ വളരെ പൈങ്കിളിയായി, പ്രത്യേകിച്ച് അവരെയൊക്കെ ട്രോള് ചെയ്ത് അവരെ പുറത്താക്കുന്നു. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് പലതും കാണാൻ പറ്റും. IPS, IAS, പരിപാവനമായ പല പദവികളും അതിനൊക്കെ പെൻഷനായിട്ടൊക്കെ വീട്ടിൽ ആ ഒരു വിലയിൽ നിൽക്കേണ്ടതിന് പകരം ഇവരുടെ ഉള്ളത്തിനകത്ത് കാത്തു സൂക്ഷിക്കുന്ന വർഗീയ വിഷയങ്ങൾ അതിനെ പുറത്ത് കൊണ്ടുവന്ന് അവർ ആ സമൂഹത്തിൽ അവർ ഒന്നുമില്ലാതായി തീരുകയാണ്. നമുക്ക് എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവർ ഇത്രയും കാലം ഇവരുടെ ഉള്ളത്തിനകത്ത് ഈ വർഗീയതയുടെ വിഷയത്തിൻ്റെ അളവുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പല തീരുമാനങ്ങളും വിധി നിർണയങ്ങളെല്ലാം ഇവിടെ ഉള്ളിനകത്ത് ഉള്ള പലതിനെയും ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും ഈ ജയിലിനകത്തൊക്കെ അനേകം നിരപരാധികൾ കിടക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സത്യത്തിനെന്നും ശരശയ മാത്രം, അതവിടെ ഇരിക്കട്ടെ. അതേപോലെ ക്രിസ്തീയതയിൽ ഒരു പള്ളി അടുത്ത പള്ളി മാറുന്നു, ഹിന്ദുവിൽ നിന്ന് മുസ്ലിം, മുസ്ലിം നിന്ന് ഇങ്ങനെയൊക്കെ എല്ലാം വരാറുണ്ട്. പ്രത്യേകിച്ച് എല്ലാത്തിൽ നിന്ന് പെന്തക്കോസിലേക്കൊക്കെ പലരും വരാറുണ്ട്. ഈ മാറി വരുന്നവരെ ആദ്യത്തെ അവരുടെ ഒരു മാസം, ഒരു 2-3 മാസം അവർ തൂക്കിയെടുത്തുകൊണ്ട് നടക്കാറുണ്ട്. അതൊരു പബ്ലിസിറ്റിയാണ്. അത് മതത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ ഇടങ്ങളിലും അതുണ്ട്. അവരെ എല്ലാ മേഖലകളും. പക്ഷേ എത്രത്തോളം തൂക്കുന്നു, അപ്പോൾ ചിന്തിക്കണം അത്രത്തോളം ആഴത്തിൽ തള്ളിയിടാൻ വേണ്ടിയാണെന്ന്. പിന്നെ അങ്ങനെ മനുഷ്യരുടെ തള്ളിയിടപ്പെടലിൽ വിഷമതരാകാതെ ഉയർന്നവരും സമൂഹത്തിൽ ഇല്ലായേ. നമ്മുടെ ഈ പള്ളിയിൽ ഒക്കെ നോക്കുമ്പോൾ ഈ RC ഓർത്തഡോക്സ് ഇവിടെ നിന്നൊക്കെ എല്ലാം പെന്തക്കോസിലേക്ക് പലരും വരാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട്. ഈ മാറി വന്നവർ ഏത് മേഖല ആയിക്കൊള്ളട്ടെ, ഒരു 5 വർഷം ഇവരുടെ മനസ്സാക്ഷിയുടെ ഒരു ഞരക്കത്തിൻ്റെ ഒരു ഭാഷ പരിവർത്തനം ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ 2-നാലും 3-നാലും 4-നാലും ഒക്കെ ഞരങ്ങി എന്ന് പറഞ്ഞാൽ പടയെ പേടിച്ച് പന്തളത്ത് വിയപ്പം ചൂട്ടും കൊളുത്തി പട എന്നൊക്കെ പറഞ്ഞതുപോലെ അവർക്ക് ഒന്നിനും പറ്റാത്ത പല സാഹചര്യങ്ങൾ, ആത്മഗതം പെടാൻ മാത്രമേ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. രാഷ്ട്രീയത്തെ വിടാം, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിത് പറയാൻ പോകുന്നത് ഈ RC ചർച്ച്, റോമൻ കാത്തലിക് ഇവിടെ നിന്നൊക്കെ എല്ലാം പെന്തക്കോസ്ത് സഭയിലേക്ക് വന്നു. അതിൽ ഇവരുടെയൊക്കെ മനസ്സ് കുറേ കാലം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ പലരും അവരുടെ തീരുമാനം ഒന്ന് പോയി പോവില്ലോ എന്നുള്ള അവസ്ഥയിൽ ദാരുണമായി കുരുങ്ങപ്പെട്ട് കിടക്കുകയാണ്. ഇവരെയൊക്കെ തുടക്കത്തിൽ പല ദൈവദാസന്മാരെയൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് നടത്തിയിട്ടുണ്ട്. മുസ്ലിമിലിരുന്നും പെന്തക്കോസ്തിലേക്ക്, ഹിന്ദുവിലിരുന്നും ക്രിസ്ത്യാനിയിലേക്ക്. അവർ പറഞ്ഞു ദൈവം എന്നെ ഇങ്ങനെ കാണിച്ചു, ആ മതത്തിൽ പ്രജാപതിയുണ്ട്, ഇതുണ്ട്, ദൈവം എന്നെ കാണിച്ചു, യഹോവയാണ് ദൈവം, യേശുവാണ് ദൈവം എന്നൊക്കെ പറഞ്ഞു വന്ന് ഇവരെ സാക്ഷ്യങ്ങളെ ഇത്തിരി മാർക്കറ്റ് വൽക്കരിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇവരെ സാക്ഷ്യങ്ങൾ ഇവിടെ ബാംഗ്ലൂർ, ഇന്ത്യ, ദുബായ്, മഞ്ഞു പെയ്യുന്ന കാനഡ, ഇവിടെയൊക്കെ എല്ലാം ഒരു റൗണ്ട് അടിച്ച് കറങ്ങി സാക്ഷ്യങ്ങളൊക്കെ കുറേ അച്ഛന്മാരെയൊക്കെ നമുക്കറിയാമല്ലോ, അച്ഛന്മാരെ, മുല്ലമാരെ, മുല്ലികളെ, ഒരുപാരൊക്കെ സാക്ഷ്യങ്ങളൊക്കെ പരന്ന് കിടന്നു, അവരുടെയൊക്കെ പൊടി പോലും ഇല്ല കൊണ്ട് താഴെ ഇടാറുണ്ട്. ബൈബിളിലൊരു വാക്യം മത്തായി 23:14-15, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം
അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നാശയോഗ്യനാക്കുന്നു. മതത്തിലിരുന്നും ആശയത്തിലിരുന്നും ഒരു സഭയിൽ നിന്നൊക്കെ എല്ലാം ഒരുതിനെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കര ശ്രമം നടത്തുന്നു. പക്ഷേ ആ ശ്രമം കുറേ കാലം കഴിയുമ്പോൾ ഇവനെ കുറച്ച് മാർക്കറ്റ് വൽക്കരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടു കിടന്നൊക്കെ അവസാനം അവനെ കൊണ്ട് താഴെ ഇടുന്നു. നിങ്ങളുടെ മനസ്സിനെക്കാളും അധമ മനസ്സിനാക്കി അവൻ അവിടെയും പോകാൻ പറ്റില്ല, ഇവിടെയും പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് ഇതിന് സമാനമായ അനുഭവത്തിൽ ഭാരപ്പെടുന്നവർ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ മാറി വന്നതിൽ അപൂർവം ചിലർ പേഴ്സണൽ കരിസ്മ അകത്തെന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉള്ളവർ ഇവരുടെ താഴെ ഇട്ടിട്ടും വീഴാതെ പൊങ്ങി നിൽക്കുന്ന ചിലരുണ്ട്. ഒരാൾ എന്തിനു വേണ്ടി വന്നു, എങ്ങനെ വന്നു? ചിലരൊക്കെ ഈ രോഗശാന്തി, ഭൂതശാന്തി, അനുഗ്രഹം, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് പിണങ്ങി ചില ചർച്ചുകളൊക്കെ വേറൊരു ചർച്ചിലേക്ക്, ചില ചർച്ചുമാർ വേറൊരു ചർച്ചയൊക്കെ ഇങ്ങനെ മാറിപ്പോകാറുണ്ട്. ഒരു ചർച്ചുമാർ വേറൊരു ചർച്ച്. വാസ്തവത്തിൽ ഒരു പിണ്ടത്തിൽ പറഞ്ഞ് ഞങ്ങൾ വിശ്വാസ കാരണങ്ങൾ, ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ആരാധിക്കുന്നു, ഞങ്ങൾക്ക് വിഗ്രഹം അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചുരുക്കി നോക്കിയാൽ രണ്ട് അച്ഛന്മാരുടെ ഭാര്യമാർ തമ്മിലുള്ള വിഷയങ്ങളായിരിക്കാം, തിരുമേനിമാരുടെ ഭാര്യമാർ തമ്മിലുള്ള വിഷയങ്ങളും അങ്ങോട്ടെങ്കിലും ചെറിയ വിഷയങ്ങൾ, അന്തർദീന വിഷയങ്ങളാണ്. പല ബന്ധക്കോ ചർച്ചകളിലെ മാറ്റങ്ങൾക്ക് ഇതൊക്കെ പല കാരണങ്ങളുമാണ്. മനസ്സിലായല്ലോ, പല വിഷയങ്ങൾ ഇതിനൊക്കെ കാരണങ്ങളായിട്ടുണ്ട്. ഈ മാർത്തോമാ സഭ എന്നൊക്കെ പിന്നെ എനിക്കറിയാം, ഞങ്ങളൊക്കെ പണ്ട് മാർത്തോമാ ഇവാഞ്ചലിക്കൽ, സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ ഈ മൽപ്പാൻ അച്ഛൻ, ഈ എന്താണ് വാക്കറ അച്ഛൻ, പിന്നെ കെ.ഒ. ഉമ്മൻ തിരുമേനി, ഇങ്ങനെയൊക്കെയുള്ള സക്കറിയ, ഇങ്ങനെ പലരൊക്കെ ഇവിടെയൊക്കെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ചിലതൊക്കെ മാറിയൊക്കെ വന്നതെല്ലാം സ്വകാര്യ ഭവനവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ. പിന്നത്തേതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുവിശേഷ വിഹിത സഭ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇടാറുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പൗലോസ് പറഞ്ഞു, ഞാൻ ഒരുവനെ നേടുവാൻ പ്രസവവേദനപ്പെടുന്നു. ക്രിസ്തുവിനെ, സത്യത്തെ, യാഥാർത്ഥ്യത്തെ, നിത്യജീവനെ ഒരുവൻ്റെ അകത്തിൽ കൊടുക്കാൻ ഞാൻ ദേശത്തിൻ്റെ കാവൽക്കാരനാണ്. ഇത് യേശു ഒരുവൻ്റെ ഉള്ളിൽ ഉരുവാകണം. ആ ഒരു ഭാരത്തോടുകൂടെ ഒരുവനെ ദൈവത്തിലേക്ക് ആനയിച്ച ഒരു സഭയോ ഒരു വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, അതിനൊരു നിലനിൽപ്പുണ്ട്. അല്ലാതെ ഇവൻ വന്നു കഴിഞ്ഞാൽ അവൻ റബ്ബറുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ഇവനെ കൊണ്ട് ഉപയോഗമുണ്ട്, എന്തെങ്കിലും കാര്യമുണ്ട്, ഇവൻ വഴി വേറെ വഴിയിലൂടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും, നമുക്കറിയാം, ഈ സുഗതൻ ഈ തിരുവനന്തപുരത്തിലുടനീളം ക്രൂസൈഡ് നടത്തി. തുടക്കത്തിലേക്ക് ഒരുപാട് പാവപ്പെട്ട അവർ ഇന്നൊക്കെ കൂലിപ്പണിയെ ജീവിക്കുമായിരുന്നു. ഒരുപാട് എൻ്റെ ഭവനത്തിൽ വന്ന് കരഞ്ഞു പറഞ്ഞു. അവരെ കൊണ്ടൊക്കെ ലക്ഷങ്ങൾ മുടക്കി വാൾപോസ്റ്റ് ഒട്ടിച്ച് അവിടെ ഒട്ടിച്ച് ഇവിടെ ഒട്ടിച്ച്, അവൻ പിന്നെ ഇതിൽ നിന്ന് മാറി അവിടെ പോയി, അവിടെ നിന്ന് മാറി അവിടെ പോയി. പക്ഷേ ഇപ്പോഴത്തെ ഇവർ കരഞ്ഞുകൊണ്ട് ഒരു ഗതിയുമില്ലാതെ വളരെ കഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാരുടെ അടുക്കൽ ഈ കോർഡിനേറ്ററൊക്കെ ചെയ്തവരൊക്കെ ഇല്ല. അവർ നടുക്കടലിലാണ്. കാരണം യവന്മാർ ഓരോ സമയത്ത് ഞങ്ങൾക്കിപ്പോൾ ദൈവം വെളിപ്പാട് തന്നു, ഇവർക്ക് വെളിപ്പാട് തന്നു. കാരണം അപ്പോൾ യവന്മാരുടെ വെളിപ്പാട് തന്ന് മാറുന്നതനുസരിച്ച് ഈ പാവപ്പെട്ട വിശ്വാസികൾ മാറിക്കൊണ്ടിരിക്കണമെന്നാണ്. പക്ഷേ എങ്കിലും ഇവരുടെയൊക്കെ സത്യസന്ധമായ മനസ്സ് നോക്കി ദൈവം അവരെ പരിപാലിക്കുന്നു, പോറ്റുന്നു, നടക്കുന്നുവെല്ലാം. പക്ഷേ ഈ ഒരിടത്തു നിന്ന് യഥാർത്ഥത്തിൽ മാറി വന്നവർ, കാണേണ്ടവനെ കണ്ടിട്ട് വന്നവർ വരെ മനുഷ്യൻ പൊക്കിയാലും താഴ്ത്താലും ഉയർത്തിയാലും അവൻ നിലംപരിചയാകില്ല. അവൻ എവിടെ നിന്നാലും അവന് ഒരു പുനരുത്ഥാന ജീവൻ്റെ തുടിപ്പ് അവനകത്തുണ്ടാകും. അല്ലാത്തവർ കുറച്ചു കാലമൊക്കെ കുറച്ച് മാർക്കറ്റിംഗ് സാക്ഷ്യങ്ങളൊക്കെ പോയി നടന്നാൽ പിന്നെ കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് മറയപ്പെടാം. അങ്ങനെ അടുത്ത ഒരു തലമുറ IPC അല്ല, AG അല്ല, ലോകത്ത് എന്തായിരുന്നാലും ഈ കരിസ്മാറ്റിക് പെന്തക്കോസ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ നടക്കുന്ന ഈ തലമുറ കൊണ്ടൊക്കെ തന്നെ നിങ്ങൾ പൈസ ഉണ്ടാക്കി കഴിയും. പക്ഷേ ഈ പൈസകളൊന്നും നിങ്ങൾക്ക് ഒരുത്തിനും നിലനിൽക്കില്ല. അത് വിടാം. ഈ TV ചാനലുകളൊക്കെ ഇന്ന് ചിലയിടത്തൊക്കെ പോയിരിക്കുമ്പോൾ കാണണം ഓരോരുത്തന്മാരെയൊക്കെ. ഒരുത്തൻ ഇവിടെ കാട്ടാക്കടയിൽ അവിടെ ഒരുത്തൻ ടോക്കൺ വെച്ച് പ്രാർത്ഥന 500 രൂപ, 1000 രൂപ. അപ്പോൾ ആ 100 രൂപ എല്ലാവരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടച്ച് ചെയ്തങ്ങ് വിടും. 5,000 ഒക്കെ ഇരുത്തി പ്രാർത്ഥിക്കും. ടോക്കൺ പ്രാർത്ഥന, കൗൺസിലിംഗ്, മറ്റത് മറിച്ച്. ഇതിൻ്റെ പുറകെ പോകാൻ ബുദ്ധിമതികളായ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ കടന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഏത് ബുദ്ധിശാലിക്കും എവിടെയെങ്കിലും ഒരിടത്തൊരു പൊട്ടത്തനം ഉണ്ടാവും. ഈ റോക്കറ്റ് ഉണ്ടാക്കാൻ ISROയിൽ പോകണവന് നാരങ്ങ ജപിച്ചിട്ട് പോയത് മനുഷ്യ എങ്ങനെ? ചിലവർ പ്രൊഫസറോടെ പോകുന്നില്ലേ, അല്ലെങ്കിൽ ജഡ്ജിയോടെ പോകുന്നില്ലേ, അല്ലെങ്കിൽ DGPയോ ചർച്ചിലാണ് പോകുന്നത്. എന്ത് കാര്യം? ഇതിലെന്ത് കാര്യം? ഇതൊക്കെ എല്ലാം കാണാപ്പടം പഠിച്ചുമ്പോൾ അല്ലെങ്കിൽ സ്വാധീനം ജോലി കിട്ടിയതൊക്കെ. പക്ഷേ ആത്മാവിൽ എന്തൊരു വിഷയമായിരിക്കുന്നു. ഈ കാലഘട്ടത്തോടു കൂടെ ഈ കരിസ്മാറ്റിക് തുള്ളൽ പറയൽ ഇങ്ങനെയൊക്കെയുള്ള വക്രതവളാച്ചി കേസുകളെല്ലാം ഒരു ലെവലായി. അടുത്ത തലമുറ
ഫ്രഷായ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരും, സൃഷ്ടാവിങ്കിലേക്ക്. അതുകൊണ്ട് കപടഭക്തിക്കാരായ ശാസ്ത്രീയന്മാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റിക്കിടക്കും. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നാശയോഗ്യനാക്കുന്നു. ഒരുവനെ നേടുക, നടുക, നനയ്ക്കുക, വളർത്തുമാറാക്കുക, പ്രാഗൽഭ്യത്തോടെ മഹിമാസനത്തിൽ നിൽക്കുന്നത് വരെ. മനസ്സിലായില്ലേ? അല്ലാതെ ഒരുത്തനെ കിട്ടി. അതാണ് ചില ചർച്ചകളിലെ മൂത്ത വിശ്വാസികളെന്ന് ഒരു പാർഷന്മാരും മൈൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പുതുതായിട്ട് ഫ്രഷ് വിശ്വാസികൾ, ബിസിനസ് ആൾക്കാർ, ഇതൊക്കെ എല്ലാം വയ്ക്കോലു, പുല്ലു, മരം. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അപൂർവം ചെല്ലുമ്പോൾ ഇപ്പം നമ്മുടെ ഈ പെന്തക്കോസ്തിൽ നിന്നും ഷിവു പീഡിയക്കിൽ പാസ്റ്റർ ഓർത്തഡോക്സ് പോയി, അദ്ദേഹം ഇന്ന് നിൽക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അകത്ത് പേഴ്സണൽ കരിസ്മയും ഒരു സാധനം കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർ നിൽക്കുന്നു. എത്രയോ പേർ പെന്തക്കോസ്തിൽ നിന്നൊക്കെ തിരിച്ചു പോയവർ അഡ്രസ്സ് ഇല്ലാതെ പോയിരിക്കുന്നു. അപ്പോൾ ഷിവു പീഡിയക്കിലായിരുന്നാലും പിന്നെ അതേപോലെ പോൾ കോവലക്ഷനായിരുന്നാലും ഷമീർ പാഷായിരുന്നാലും ഇവർ ഇന്ന് പബ്ലിക് അന്തരീക്ഷ പ്ലാറ്റ്ഫോമിനകത്ത് നിലനിൽക്കുന്നതിന് കാരണം ദൈവകൃപ എന്നവർക്ക് കോൺഫിഡൻ്റ് ആയിരിക്കാം, പറയാതിരിക്കാം. പക്ഷേ പൊതുവായ ഒരു ശബ്ദത്തിൽ പറഞ്ഞാൽ അവരുടെ അകത്ത് പ്രസംഗപാഠവും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതില്ലാത്ത പലരും പലതൊന്നും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് വഴിയാധാരമായി പോയവരുണ്ട്. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് ഒരു വ്യക്തിയെ ഒരുവൻ ആദായപ്പെടുത്തി എടുക്കുന്നത് നിത്യതോന്മുഖമായിട്ടോ ദൈവോന്മുഖമായിട്ടോ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ആ ഭാരം അതല്ല. അവൻ്റെ സ്വാർത്ഥ വിഷയങ്ങൾക്ക് വേണ്ടി, അവൻ്റെ സ്വയകാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന ഒരു ചിന്തയെ വിശകലനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ് ഈ ഭാഗത്തെ ഞാനിവിടെ നിർത്തുകയാണ്. ഗോഡ് ബ്ലെസ് യു.